നമസ്കാരം. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു മെഡിക്കൽ ഷോപ്പാണ്, അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബിസിനസ് നടക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പ്. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് ഇങ്ങനെ പറയായിരുന്നു, കോവിഡിന് മുൻപ് അദ്ദേഹത്തിന്റെ മരുന്ന് കടയിൽ, മെഡിക്കൽ ഷോപ്പിൽ വിൽക്കുന്ന മരുന്നുകളിൽ ഒരു 40% സൈക്യാട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് സ്ട്രെസ്, ടെൻഷൻ, ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, അങ്ങനെ മാനസികമായ കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളാണ് അത്രേ 40% അദ്ദേഹത്തിന്റെ മരുന്ന് ഷോപ്പിൽ വിറ്റുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കോവിഡിന് ശേഷം അതൊരു 70 to 80% വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയധികം ആളുകളിൽ ഒരു മെന്റൽ ഡിസീസ് എന്ന് പറയാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ എന്ന് വെച്ചാൽ ചെറിയ രീതിയിലും വലിയ രീതിയിലും ആൻസൈറ്റി കൂടുന്നു, ഡിപ്രഷൻ കൂടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഒരു കണക്ക് പറയുന്നത്. അതായത് മരുന്ന് വിൽക്കുന്ന കണക്കിൽ തന്നെ അത് കാണിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം മനുഷ്യരുടെ മാനസിക ആരോഗ്യ നിലയിൽ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഡിപ്രഷൻ ഒരു സ്റ്റൈലായിട്ട് മാറുകയാണ്. ഇപ്പൊ ഡിപ്രഷൻ ഒരു ട്രെൻഡായിട്ട് മാറുകയാണ്. എന്താണ് ഈ ഡിപ്രഷൻ? നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക, ഒരു സോഫയിൽ നിന്ന് അങ്ങോട്ട് അനങ്ങാതെ പകൽ മുഴുവൻ ഇരിക്കുക, നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതിരിക്കുക, ഒരു വ്യായാമം ഇല്ലാതിരിക്കുക, ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ഒരാള് നാച്ചുറലി, സ്വാഭാവികമായിട്ട് അയാൾ ഡിപ്രഷനിലോട്ട് പോകും. അങ്ങനത്തെ ഒരു ഡിപ്രഷന്റെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക, ഞാൻ എന്റെ ലൈഫിനെ, ഈ ഡിപ്രഷൻ നമ്മളുടെ ഒരു തീരുമാനമാണ്. നമ്മൾ തന്നെയാണ് നമ്മളെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകുന്നത്, അല്ലാണ്ട് ആരും നമ്മളെ ഡിപ്രഷനിലേക്ക് എത്തിക്കുകയല്ല. നമ്മൾ ചിന്തിച്ചിട്ട് ഡിപ്രഷനിലോട്ട് നമ്മൾ തന്നെ എത്തിക്കുകയാണ്. അപ്പൊ നമ്മളൊരു കാര്യം തീരുമാനിക്കേണ്ടത്, എന്നെ ഡിപ്രഷനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനാണ്. അപ്പോൾ എന്നെ ഞാൻ ഡിപ്രഷനിലേക്ക് എത്തിക്കണോ, അതോ എന്നെ ഞാൻ സന്തോഷത്തിലേക്ക് എത്തിക്കണോ? എന്നെ ഞാൻ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കണോ, അതോ എന്നെ ഒരു ഉയർന്ന തലത്തിലേക്ക്, നല്ലൊരു ഊർജത്തിന്റെ അവസ്ഥയിലേക്ക്, നല്ല ഉന്മേഷത്തോടെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ ഞാൻ തന്നെ പിടിച്ചുയർത്തണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മാറാനുള്ള സമയമായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ യോഗ, വ്യായാമങ്ങൾ, ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ, പ്രാണായാമം, സുദർശനക്രിയ, ഇത്തരം നമ്മളുടെ ഊർജത്തെ ഉയർത്തുന്ന, നമ്മുടെ ഭക്ഷണ ശൈലിയിലുള്ള മാറ്റം, നമ്മുടെ ഉറക്കത്തിന്റെ ശൈലിയിലുള്ള മാറ്റം, ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തി നമ്മളെ ഉയർത്തിയെടുക്കേണ്ട ഒരു സമയം എത്തിയിരിക്കുന്നു. ഇത്തരം മരുന്നുകളുടെ വിൽപ്പന നമ്മൾ വിചാരിച്ചാൽ നമുക്ക് തന്നെ കുറക്കാൻ സാധിക്കും. എങ്ങനെ? നമ്മളിലൂടെ, നമ്മളുടെ മാറ്റത്തിലൂടെ തന്നെയാണ് അത് സംഭവിക്കുന്നത്. നമസ്കാരം.